വാരണനാദവും വാജികൾ നാദവും തേരൊരുൾ നാദവും ഞാനൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നാദവും തിങ്ങി മുഴങ്ങിപ്പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതുണർന്നു മാറ്റൊലിക്കൊണ്ടു തേജം ഭാരി മുൻപാം നിലിംബറും കിന്നരകിം പുരുഷ ഉരക ഗോഗ്യക സംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധരചാരണാദ്യന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ തുങ്കനാമിന്ദ്രജിത്തേറ്റാൻ അതു നേരം അംഗദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്പുമാലി നിശാചരൻ സാരഥിതനോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലനീനാൻ മിത്രതനയൻ മൃഗസ്ഥനോടേറ്റതു മിത്രാരിയോടു വിഭീഷണ വീരനു നികുംഭനോടേറ്റാൻ തവനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജം ലക്ഷ്മണൻ യജാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തങ്ങൾ വീണീടീന ഇന്ദ്രാത്മജാത്മജനോട് ഏറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംബരത്തെ മറഞ്ഞിടിനാൻ നാഗാശ്രമെയ്തു മോഹിപ്പിച്ചിതുപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്ന് ലങ്കാപുരം തന്നിൽ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണവീരനും ആകാവിഷാദേന ദുഃഖവിഷമരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്ത അചലങ്ങളും ഉൾക്ഷോഭമാം വെള്ളം സപ്താശുകോടി തേജോമയനായി സുവർണാദ്രി പോലെ ഭവനാശനാശനൻ അബ്ധിതോയം ദ്വിധാ ഭിത്വാ സ്വപക്ഷയുഗ്മോദ്ധൂതലോകത്രയത്തോടതിദ്രുതോ നാഗാരി രാമപാദം വണങ്ങിടിന നാഗാസ്ത്രബന്ധനം തീർന്നിരു തൽക്ഷണേ ശാഖാമൃഗങ്ങളും വസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു
തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരണി ബദ്ധസമോദം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ. താർജനും മുന്നേതിലും ബലവീരവേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാം കരുവരന്മാരെല്ലാം മനവൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മഹാത്മജൽ മന്ദിരം പൊക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും. ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയും എന്ന് പറയാവോ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷം ഇത് എന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാർ അറിഞ്ഞു. ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തം ഒക്കെ. വീരബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക. ആണുങ്ങളെങ്കിലും നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു. ദശാസ്യനും കോപേന ചൊല്ലിനാൻ ഹരേ മാനവന്മാരെയും ഏറെ മതമുള്ള മാനരന്മാരെയും കൊന്നൊടുക്കേടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടെ വേഗേന യുദ്ധം ജയിച്ചു വരിക. നീ യുദ്ധം അനുഗ്രഹം ചെയ്ത യജ്ഞാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നീടേന. ഹരേ